Affinity chromatography. Affinity chromatography എന്ന് പറയുന്നത് കോളം ക്രോമാറ്റോഗ്രഫിയുടെ ലാസ്റ്റ് കാറ്റഗറിയാണ് affinity chromatography എന്ന് പറയുന്നത്. And it is an highly advanced type of chromatographic technique, and it is also a type of adsorption chromatography. Basic principle എന്ന് പറയുന്നത് adsorption തന്നെയാണ്. Principle is based on the high and only affinity towards a particular component, that is chemical group or ligand. ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ തന്നെയാണ്. പക്ഷേ അഡ്സോർപ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അഫിനിറ്റി ടുവേർഡ്സ് ദ പെർട്ടിക്കുലർ കമ്പോണന്റ്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിനോടുള്ള അഫിനിറ്റി, അത് ആ ഒരു നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള, നമുക്കറിയാം ഓൾറെഡി ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫേസ് ഉണ്ടായിരിക്കും. ഇവിടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് അക്വസ് ബഫർ ആണ്, or any buffer solution, and stationary phase എന്ന് പറയുന്നത് a mixture containing chemical group or ligand highly specific to a particular component. നമുക്കറിയാം മൊബൈൽ ഫേസ് aqueous ബഫറിനോട് കൂടിയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ മിക്സ്ചറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റേഷനറി ഫേസിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു അഡ്സോർബന്റ് ആണ്, പക്ഷെ ആ അഡ്സോർബന്റിന്റെ കൂടെ തന്നെ ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും കെമിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലിഗാൻഡ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹൈ അഫിനിറ്റി ടുവേർഡ്സ് ദ കമ്പോണന്റ് ടു ബി സെപ്പറേറ്റഡ്. ഏതൊരു കമ്പോണന്റ് ആണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിനോട് ഹൈലി അഫിനിറ്റി കാണിക്കുന്ന ലിഗാൻഡിനെ സ്റ്റേഷനറി ഫേസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഹൈ അഫിനിറ്റി കാണിക്കുന്നവർ തമ്മിൽ അട്രാക്ട് ചെയ്യുകയും അഡ്സോർബ് ചെയ്യുകയും അവിടെ ഹോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് a matrix containing a chemical group or ligand highly specific to that particular component. Okay, mobile phase is any aqueous buffer or buffer solution എന്ന് പറയാം. ബഫർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് aqueous ബഫർ ആണ്. ഈ aqueous ബഫറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഫറിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റേഷനറി ഫേസിലോ അതിന്റെ മിക്സ്ചറോ ആയിട്ട് റിയാക്ട് ചെയ്ത് കൊണ്ട് അതിൽ ഒരു ചേഞ്ചും വരുത്താൻ സാധിക്കില്ല. അത് ഒന്നിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ബഫറിന് pH ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കമ്പോണന്റിന്റെ നേച്ചർ മാറ്റാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബഫർ നമ്മൾ മൊബൈൽ ഫേസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വി ആർ സെലക്ടിങ് ബഫർ that can favor the adsorption of targeted component on the surface of the matrix. അഡ്സോർപ്ഷനെ ഫേവർ ചെയ്യുന്നുണ്ട് എന്നത് മാത്രമല്ല, ഒരു ചേഞ്ചസും നമുക്ക് വേണ്ട ഡിസയേർഡ് പാർട്ടിനോ അല്ലെങ്കിൽ കമ്പോണൻസിനോ ചെയ്യുന്നില്ല, അതിന് ചേഞ്ചസ് വരുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ആസ് സച്ച് എന്താണോ കമ്പോണന്റ് അത് തന്നെയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ബഫർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദ ബഫർ ഷുഡ് ബി സപ്ലിമെന്റഡ് വിത്ത് ദ കോഫാക്ടർ. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ബഫർ എന്ന് പറയുന്നത് മൊബൈൽ ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആ മൊബൈൽ ഫേസിൽ ബഫർ അലോങ് വിത്ത് ബഫർ നമുക്ക് വേണ്ട മിക്സർ ദാറ്റ് ടു ബി സെപ്പറേറ്റഡ്, എന്താണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്ലസ് എനി കോഫാക്ടർ. ആ കോഫാക്ടർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്സോർപ്ഷനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്റ്റേഷനറി ഫേസിൽ ഏതെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ കൂടെ നമുക്കറിയാം ലിഗാൻഡോ അതുപോലെ തന്നെ എനി അതർ കെമിക്കൽ ഗ്രൂപ്പ് ഇന്ററാക്ട് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അത് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആയിരിക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണന്റിനോട്. ആ സെപ്പറേഷനെ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫേസിൽ, അതായത് ഹൈ അഫിനിറ്റി കാണിക്കുമ്പോൾ ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിയർ കട്ട് സെപ്പറേഷൻ ആവാനും സ്പീഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോഫാക്ടറിനെ മൊബൈൽ ഫേസിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. അപ്പൊ അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നാൽ it is a chromatographic method of separation biochemical mixtures based on the highly specific biological interaction such that between antigen and antibody, enzymes and substrate or receptor or ligand. അതായത് ഇതൊരു ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്പെസിഫിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരിക ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. ചില ആന്റിജന്
അതായത് ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി വന്നാൽ മാത്രമാണ് അട്രാക്ഷൻ നടക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇത്തരം ആന്റിജൻ ആന്റിബോഡീനെ സെപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുക അതായത് ദീസ് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി ആണ്. കാരണം സ്റ്റേഷനറീസിൽ ലിഗാൻഡോ എനി അതർ കെമിക്കൽ ഗ്രൂപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫേസ് ബഫർ ആണ് കൺസിഡർ ചെയ്യുക. പ്ലസ് അലോങ് വിത്ത് ദാറ്റ് ബഫർ വി ആഡഡ് കോഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ അഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ആണ് ആൻഡ് ഹൈലി സ്പെസിഫിക് സെപ്പറേഷൻ ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് മെയിൻലി applicable for antigen antibody interactions and enzyme substrate or enzyme receptor or enzyme ligand interaction. ഓക്കെ, ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത് കൂടിയാണ്. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? നമുക്ക് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി ആണ് ആൻസർ ആയിട്ട് വേണ്ടത്. അലോങ് വിത്ത് നമുക്ക് ആഡ് ചെയ്യാം അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി ഓൾസോ പോസിബിൾ. കാരണം അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിന് കാരണം അവിടെ ആഡ് ചെയ്യപ്പെടുന്ന ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ലിഗാൻഡും അതുപോലെ തന്നെ അക്വസ് ബഫറും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഉപയോഗിക്കുന്നത് ആന്റിജൻ ആന്റിബോഡിയുടെ സെപ്പറേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എൻസൈംസിന്റെയും സബ്സ്ട്രേറ്റിന്റെയും സെപ്പറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫർദർ അല്ലെങ്കിൽ നമുക്ക് പറയാം ആന്റിജന്റെ ആന്റിബോഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ നമുക്ക് എൻസൈംസിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കാം. Further purification step may be avoided after this chromatography due to high specificity. So the components are separated through this are highly pure. നമുക്കറിയാം ആദ്യത്തെ കേസസിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ഈവൻ ഇഫ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, സെപ്പറേഷൻ നടന്നു കഴിഞ്ഞ് സ്റ്റേഷനറി ഫേസിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടാലും ഫർദർ അതിന് പ്യൂരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്റ്റേഷനറി ഫേസിനെ റിമൂവ് ചെയ്ത് സ്യൂട്ടബിൾ കെമിക്കൽ സോൾവെന്റിൽ ഡിസോൾവ് ഒക്കെ ചെയ്തിട്ട് എടുക്കാറാണ് പതിവ്. പക്ഷേ ലാർജ് സ്കെയിൽ സെപ്പറേഷൻ്റെ ഒക്കെ കേസിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സ്പെസിഫിക് ആയതുകൊണ്ട് പിന്നെ ഫർദർ പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് ഈസ് നോട്ട് നെസസറി. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഈ സെപ്പറേറ്റ് ചെയ്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഹൈലി പ്യുവർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് നോക്കാം. അതായത് വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ചുകൂടി ടീഡിയസ് ടാസ്ക് അല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള സെപ്പറേഷൻ പോസിബിൾ ആയതുകൊണ്ട് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് വൺ ഓഫ് ദ അഡ്വാൻസ്ഡ് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്കാണ്. ആക്ച്വലി ഇത് മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് ഒരു മിക്സർ ഓഫ് കമ്പോണൻസിൽ നിന്ന് ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ഒറ്റൊരു കമ്പോണന്റിനെ മാത്രം, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പോണന്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇനി ഇതിന്റെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ആന്റിജൻ ഫ്രം എ മിക്സ്ചർ ഓഫ് ആന്റിജൻ ബൈ യൂസിങ് എ സ്പെസിഫിക് മോണോക്ലോണൽ ആന്റിബോഡി. നമുക്കറിയാം മോണോക്ലോണൽ ആന്റിബോഡി എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് തന്നെ അറിയാം ഹൈലി സ്പെസിഫിക് ടു എ പെർട്ടിക്കുലർ ആന്റിജൻ, അതായത് ഒരൊറ്റൊരു ആന്റിജനോട് മാത്രമാണ് സ്പെസിഫിസിറ്റി കാണിക്കുക. അത്തരം ആന്റിബോഡീസ് ആണ് മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ആന്റിജൻ, മോണോക്ലോണൽ ആന്റിബോഡീസ് ഉപയോഗിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ആന്റിജന്റെ സെപ്പറേഷൻ ഈസ് പോസിബിൾ ബൈ യൂസിങ് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി. ഇത് ആ ഒരു പെർട്ടിക്കുലർ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ മോണോക്ലോണൽ ആന്റിബോഡി ഉപയോഗിച്ചിട്ടുള്ള ആന്റിജൻ സെപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഏതിന്റെ അണ്ടറിൽ വരുന്നു എന്ന് പഠിച്ചു വെക്കണം. And the separation of a particular enzymes from a mixture of enzymes by using highly and specific substrate as a ligand. നമുക്കറിയാം എന്താണ് എൻസൈംസ്, ഒരു മിക്സ്ചർ ഓഫ് എൻസൈംസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എൻസൈം എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ബൈ യൂസിങ് എ സ്പെസിഫിക് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ലിഗാൻഡോ സ്പെസിഫിക് സബ്സ്ട്രേറ്റിനെ ലിഗാൻഡ് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സെപ്പറേഷൻ ഓഫ് എ മെസ്സഞ്ചർ RNA ഫ്രം എ മിക്സ്ചർ ഓഫ് RNAs. ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് RNA ഉണ്ട്. ആ RNAയിൽ നിന്ന് mRNA മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിന് പെർട്ടിക്കുലർലി നമ്മൾ അവിടെ ലിഗാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് യൂസിങ് ഒലിഗോ ഡിയോക്സി തൈമിഡിലിക് ആസിഡ്സ് ആണ് ഉപയോഗിക്കാറ് ലിഗാൻഡ് ആയിട്ട്. സിമിലർലി സെപ്പറേഷൻ ഓഫ് റൈബോസോമൽ RNA ബൈ യൂസിങ് ഗ്ലൈസിൻ ആസ് എ ലിഗാൻഡ്.
നമുക്ക് മെസഞ്ചർ ആർ എൻ എനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒലിഗോ ഡി ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ റൈബോസോമൽ ആർ എൻ എനെയാണ് സ്പെസിഫിക് ആയിട്ട് ആർ എൻ എസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ലൈസിൻ ആണ് ലിഗാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ്ഫുൾ ഇൻ ദ സെപ്പറേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് എക്സെട്ര. ഇത് കൂടാതെ നമ്മൾ യൂസ്ഫുൾ ഇൻ സെപ്പറേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിന്റെയും എനി അതർ പ്രോട്ടീൻസിനും ഒരു പ്രോട്ടീൻ മിക്സറിൽ നിന്ന് പെർട്ടിക്കുലർ പ്രോട്ടീൻസിന്റെ സെപ്പറേഷൻ ഒക്കെ പോസിബിൾ ആണ് ബൈ യൂസിങ് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി. ഓക്കെ, അപ്പോൾ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി ആണ്. കാരണം ഒരു പ്യുവർ സെപ്പറേഷൻ ഈസ് പോസിബിൾ ബൈ യൂസിങ് ദിസ് ടെക്നിക്. ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി. Basic principle is adsorption, and important factor is high specificity. Chromatographic technique എന്ന് പറയുന്നത് മെയിൻലി 2 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോളം ക്രോമാറ്റോഗ്രാഫി, സെക്കൻഡ് കാറ്റഗറി ഈസ് പ്ലാനാർ ക്രോമാറ്റോഗ്രാഫി. ഈ പ്ലാനാർ ക്രോമാറ്റോഗ്രാഫി again divided into 2 categories, paper chromatography and thin layer chromatography, otherwise called TLC. ആൻഡ് ഈ ഒരു ടെക്നിക്ക് പേപ്പർ ക്രോമാറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ആണെങ്കിലും ഇതിനെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് പ്ലാനാർ ക്രോമാറ്റോഗ്രാഫി. ഇതും കോളം ക്രോമാറ്റോഗ്രാഫിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ഇൻ ആൻ പ്ലെയിൻ സർഫസ്. മറ്റേത് അതായത് column chromatography is performed in an column but it is performed in an plane surface. അതാണ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഇനി നമുക്ക് സബ് ഡിവിഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്ലാനാർ ക്രോമാറ്റോഗ്രാഫിയുടെയും ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് separation of components based on the solubility and adsorptive and migrative properties of the components. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് സോളിബിലിറ്റിനെയും അതുപോലെ തന്നെ അഡ്സോർപ്റ്റീവ് ആൻഡ് മൈഗ്രേറ്റീവ് പ്രോപ്പർട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് പേപ്പറും മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് എനി സോൾവെന്റും ആയിരിക്കും. മെയിൻ ആയിട്ട് ഈ പേപ്പർ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത് കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റിന്റെ സെപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ പല എൻസൈംസിന്റെയും മറ്റ് കോംപ്ലിക്കേറ്റഡ് സബ്സ്റ്റൻസസിന്റെയും സെപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് for the separation of pigments like chlorophyll, xanthophyll, etc. Okay, ഇതിന്റെ ടെക്നിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിൽ 2 ടൈപ്സ് ഉണ്ട്. ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്.